തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇങ്ങനെ വിചാരിച്ചു, ഇന്ന് മഴ വീണ്ടും തുടങ്ങുന്നാണല്ലോ പറയുന്നത്, ഈശ്വര പെട്ടുപോകും. പക്ഷേ മഴയൊന്നുമില്ല, വളരെ സുന്ദരമായ ഒരു പ്രഭാതമാണ്. കുട്ടികൾക്കെല്ലാം എന്നെ അറിയാം എന്ന് പറഞ്ഞപ്പോഴാണ് അതിൽ കൂടുതൽ സന്തോഷം. നമ്മളൊരു ഹൃദയതാളല്ലേ നമുക്കൊരു, അല്ലേ, ഒരു ടപ്പ് 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 എന്നിട്ട് എവിടുന്നോ ഒരു പൾസ്, അല്ലേ, അല്ലേ. പക്ഷെ നിങ്ങളെല്ലാവരും പാടുന്നവരാണെന്ന് നിങ്ങളുടെ മുഖം കണ്ടാൽ അറിയാം. അസലായിട്ട് പാടുന്ന ഒരു മിസ്സിനെയും കണ്ടു, ടീച്ചറേയും കവിത പാടുന്നു. കവിതയും പാട്ടും അഭിനയവും ഒക്കെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ, അദ്ദേഹം പറഞ്ഞ പോലെ എന്താ പറയേണ്ടത്, ഇൻഫർമേഷനിൽ നിന്നും വിസ്ഡത്തിലേക്കുള്ള സഞ്ചാരം, അറിവിൽ നിന്ന് തിരിച്ചറിവിലേക്കുള്ള സഞ്ചാരം. അതിനാണ് കവിത, അതിനാണ് പാട്ട്, അതിനാണ് സാഹിത്യം, അതിനാണ് നാടകം, അതിനാണ് എല്ലാ കലകളും. അപ്പൊ കലാകാരന്മാരുടെ ജീവിതത്തിലെ ദൗത്യം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ പഠനങ്ങളും സ്കൂളിൽ നടക്കും, പക്ഷെ അതിനപ്പുറത്തൊരു പഠനമുണ്ട്. ആ പഠനത്തിൽ ഒന്നാണ് സാഹിത്യം, കല എന്ന് പറയും. സുഗതകുമാരി ടീച്ചറെ പറ്റി പറയുമ്പോൾ, ഈ ഭൂമി നമുക്ക് എല്ലാവർക്കും വേണ്ടി കിട്ടി. ഈ ഭൂമിക്ക് വേണ്ടി അത് പലതരത്തിൽ പറയാം. നാം ജീവിച്ചിരിക്കുന്ന ഈ ഭൂമിക്ക് വേണ്ടി, ഭൂമിയിലുള്ള മനുഷ്യർക്ക് വേണ്ടി, സമസ്ത ജീവജാലങ്ങൾക്ക് വേണ്ടി, വൃക്ഷലതാദികൾക്ക് വേണ്ടി, പക്ഷി മൃഗാദികൾക്ക് വേണ്ടി, ഭൂമിക്ക് വേണ്ടി ഒക്കെ നിലകൊണ്ട ഒരു മഹാവ്യക്തിത്വമാണ് സുഗതകുമാരി ടീച്ചർ. അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ, സാധാരണ ഒരു എഴുത്തുമുറിയിലെ സ്വതന്ത്രമായ സ്വകാര്യമായ ഒരു ലോകത്താണ് ഒരു എഴുത്തുകാരി ഇരിക്കുക. അത് വളരെ പ്രൈവസി ഉള്ള സ്ഥലമാണ്, അല്ലേ. എഴുത്തുമുറിയിൽ നിന്നും വളരെ അതിന്റെ ഒരു സ്വകാര്യ ലോകത്ത് നിന്ന് കാടുംപടലും പറിച്ചു കെട്ടിത്ത പൊന്നാകൂരിന്റെ കൂടിന്റെ കൂടാനുള്ള താലം പൂത്താലം ചെന്തൂത്താലം കുത്തി നാടുമ്പളം കഴിച്ചു കെട്ടിത്ത കുത്തി നാടുമ്പളം കഴിച്ചു കെട്ടിത്ത വയ്യ. അപ്പോ ആ മുക്കുറ്റിയായി അടുത്ത പോവുക മുല്ലപ്പൂ. മാത്രമായിട്ടൊരു യാത്ര വരും. ജയരാജ് വാര്യർ എക്സെപ്റ്റ്. കാരണം അവര് പാടാനുള്ള സ്റ്റോക്കായിട്ടാണ് വന്നത്. എനിക്ക് അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം കേട്ടോ. നിങ്ങൾക്ക് പെർഫോം ചെയ്യാനുള്ള വേറെ അവസരം ഞാൻ തരാം കേട്ടോ. ഓക്കെ, ഏറ്റവും ദുർബലമായ വസ്തുവാണ് ഈ കടലാസ്. ഏറ്റവും ദുർബലമായ വസ്തുവിൽ നിന്നുള്ള ഏറ്റവും കരുത്തുറ്റ നിർമ്മിതിയാണ് അക്ഷരം. ഈ കുട്ടികളൊക്കെ അക്ഷരങ്ങളിലൂടെ വളരുകയും നല്ല മനസ്സിലാവുകയും ഒപ്പം കവിതയും പാട്ടും ജീവിതത്തിൻ്റെ സമസ്ത ഭാവങ്ങൾ കാണുമ്പോൾ നന്മ പറ്റാറില്ല. ഒരു സുന്ദരമായ ചിരിയാണ് പറയുന്നത്. ഈ ഇരിക്കുന്നവരിൽ ഏറ്റവും സുന്ദരമായ ചിരി കുട്ടികളുടെ ആണെന്ന് ചോദിച്ചാൽ അതെല്ലാം ഉമ്മനം രാജശേഖരൻ ഏറ്റവും മനോഹരമാണ്. അത് ആ കറുപ്പിലും വെളുപ്പിലും ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നു. നമുക്ക് എല്ലാവർക്കും ആശംസിക്കും.